ശരി, തിരുവനന്തപുരത്ത് നിന്ന് കെ.ആർ. സാജു കൂടി ചേരുന്നു. സാജു, രാഹുലുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും നിലപാടിൽ ഉറച്ചു തന്നെയാണ് തരൂർ നിൽക്കുന്നത്. കേരളത്തിന് വേണ്ടിയാണ് താൻ സംസാരിച്ചത്. ചില കണക്കുകളെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് ആ ലേഖനം എഴുതിയത്. ഇനി കൂടുതൽ ഡാറ്റയുണ്ടെങ്കിൽ അത് പരിശോധിക്കാം എന്ന പഴയ അതേ നിലപാടിൽ തന്നെ തരൂർ ഉറച്ചു നിൽക്കുന്നു. കൂടുതൽ കാര്യങ്ങൾ എതിർപ്പ് പ്രകടിപ്പിക്കാനൊന്നും അദ്ദേഹം തയ്യാറായില്ല എന്ന് മാത്രം. ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ നിലപാടും അത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെ വെല്ലുവിളിക്കുന്നതായി തന്നെയല്ലേ വ്യാഖ്യാനിക്കുക? ദിവ്യ, കേരളത്തിലെ പാർട്ടിയുടെ വഴിക്കും തരൂർ തന്റെ സ്വന്തം വഴിക്കും തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന പ്രതികരണം തന്നെയാണ് ഇപ്പോൾ ശശി തരൂരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അദ്ദേഹം കേരളത്തിലെ നേതൃത്വത്തിനെതിരെ കടത്തിയൊന്നും പറഞ്ഞില്ലെങ്കിലും നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അതേപടി ആവർത്തിക്കുന്നു. താൻ ഉദ്ധരിച്ച കണക്കുകൾ CPM-ന്റേതല്ലല്ലോ എന്ന അദ്ദേഹത്തിന്റെ ചോദ്യത്തിൽ എല്ലാമുണ്ട്. മറ്റ് കണക്കുകൾ ഉണ്ടെങ്കിൽ അതുകൂടി പരിശോധിക്കാം എന്ന് പറഞ്ഞത് നേരത്തെ തന്നെ പറഞ്ഞതാണ്. അതിനുശേഷമായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഒരു വാർത്താ സമ്മേളനം നടത്തി കുറെ കണക്കുകൾ സർക്കാരിന്റെ വാദങ്ങൾ തെറ്റാണെന്ന് സ്ഥാപിക്കാനായി നിരത്തിയത്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേരളത്തിൽ നടന്നതിന് ശേഷവും ശശി തരൂർ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് ഇന്നത്തെ അദ്ദേഹത്തിന്റെ പരാമർശങ്ങളിൽ നിന്നും വായിച്ചെടുക്കേണ്ടത്. അദ്ദേഹത്തിന്റെ അതൃപ്തികൾ പൂർണ്ണമായും പരിഹരിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിന് കഴിഞ്ഞിട്ടില്ല എന്നുകൂടി ഇതിന് വരികൾക്കിടയിൽ നിന്നും നമ്മൾ വായിച്ചെടുക്കേണ്ടതുണ്ട്. ഒരു പരിധിക്കപ്പുറത്തേക്ക് ശശി തരൂർ കാര്യങ്ങൾ കൈവിട്ട് പറയുന്നില്ല എന്നത് മാത്രമാണ് കോൺഗ്രസ് നേതൃത്വത്തിന് ആശ്വസിക്കാനുള്ള വഴി. ഏതായാലും കേരളത്തിലെ പാർട്ടിയുടെ നിലപാടിനൊപ്പമല്ല ഈ ഘട്ടത്തിലും വ്യവസായത്തിന്റെ കാര്യത്തിൽ ശശി തരൂരിന്റെ നിലപാട്. സംരംഭങ്ങൾ കേരളത്തിൽ വളർന്നു എന്ന കേരള സർക്കാരിന്റെ വാദത്തിനൊപ്പം തന്നെയാണ് ശശി തരൂർ ഇപ്പോഴുമുള്ളത്. ഞാൻ സംസാരിക്കുന്നത് കേരളത്തിന് വേണ്ടിയാണ് എന്ന ഒരു വലിയ ആംഗിൾ കൂടി നൽകുന്നുണ്ട് ശശി തരൂർ ഇന്നത്തെ സംസാരത്തിലും. അതായത് അതിനർത്ഥം വേണമെങ്കിൽ മറിച്ചൊരു ചോദ്യം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷത്തെ മറ്റു നേതാക്കൾ സംസാരിക്കുന്നത് കേരളത്തിന് വേണ്ടി അല്ലേ എന്നൊരു ചോദ്യം കൂടി ബാക്കി നിൽക്കുന്നുണ്ട്. കാരണം ശശി തരൂർ പറഞ്ഞതിനെ പൂർണ്ണമായും പാർട്ടിയും പ്രതിപക്ഷവും UDF-ഉം ഒക്കെ നിരാകരിക്കുകയാണ് ചെയ്തത്. അപ്പോഴും താൻ മാത്രമാണോ കേരളത്തിനു വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ശശി തരൂർ പറയുമ്പോൾ അതിൽ നിന്നും അർത്ഥമാക്കേണ്ടത് എന്ത് എന്ന ചോദ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ശശി തരൂരിന്റെ വാക്കുകൾ പോലും ഭരണപക്ഷത്തിന് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ കഴിയുന്ന LDF സർക്കാരിന് രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന വാദങ്ങളാണ്. അതായത് ഈ ശശി തരൂരിന് മേൽ പാർട്ടിയുടെ മുഴുവൻ സമ്മർദ്ദവും വന്നിട്ടും അദ്ദേഹം താൻ എഴുതിയ ലേഖനത്തിലെ ഒരു വരികളിൽ നിന്നു പോലും പിന്നാക്കം പോയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ദിവ്യ, അപ്പോൾ ഇനി സാജു, കേരള നേതൃത്വത്തിന്റെ നീക്കങ്ങൾ എന്തായിരിക്കും? തരൂരിന്റെ വഴിക്ക് പോകട്ടെ, കൂടുതൽ പ്രതികരണങ്ങൾ നടത്തി വിവാദം കൂടുതൽ ശക്തമാക്കേണ്ടതില്ല എന്ന ഒരു നിലപാടായിരിക്കുമോ സ്വീകരിക്കുക? ഈ വിവാദങ്ങൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ട് യാതൊരു വിധത്തിലുള്ള ഗുണവുമില്ല. മറിച്ച് ദൂരവ്യാപകമായ ചില പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന കാര്യം കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ നേതാക്കൾ അതിനെ വലിയ പ്രശ്നമാക്കാത്ത രീതിയിലുള്ള സംസാരം നടത്തുന്നത്. ഇന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ പോലും സംസാരിക്കുമ്പോൾ ആദ്യം ഒന്ന് മയപ്പെട്ട രീതിയിലാണ് സംസാരിക്കുന്ന. മറ്റു പല നേതാക്കളും ഇതിനകത്തുള്ള ഒരു വിശദീകരണം നൽകലൊക്കെ അവസാനിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതെല്ലാം ഒരു അടഞ്ഞ അധ്യായമാണ് എന്ന നിലപാടെടുത്തുകൊണ്ട് വിവാദങ്ങളിൽ നിന്നും വഴിമാറി നടക്കുകയാണ്. ഇന്ന് K. മുരളീധരൻ പോലും സംസാരിച്ചത് ശശി തരൂരിന്റെ നിലപാടിനെ പാർട്ടി തള്ളിക്കളഞ്ഞു, അതിനപ്പുറമൊന്നും ഇല്ല എന്ന ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് പുതുതായി എന്തെങ്കിലും പറയാൻ ഉള്ള തയ്യാറെടുപ്പുകളിലേക്ക് ഇപ്പോൾ കേരളത്തിലെ നേതാക്കൾ പോകുന്നില്ല. അതായത് ഈ വിവാദത്തിൽ നിന്നും വഴിമാറി നടക്കുക, അത് തങ്ങളായിട്ട് ഉയർത്തിക്കൊണ്ടുവന്നു പാർട്ടിക്കുള്ളിൽ കൂടുതൽ പ്രശ്നങ്ങൾ സങ്കീർണമാക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് നേതാക്കൾ മാറിയിട്ടുണ്ട്. കോൺഗ്രസിലെ ഈ അഭിപ്രായ ഭിന്നതകളിൽ UDF ഘടകകക്ഷികൾക്കും കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട്. അവരും അസ്വസ്ഥരാണ്. സ്വാഭാവികമായും ഈ വിവാദം ഇങ്ങനെ വളർത്തിക്കൊണ്ടുപോകാൻ കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് ഈ ഘട്ടത്തിൽ താല്പര്യമില്ല. പാർട്ടിയും പ്രതിപക്ഷവും തങ്ങളുടെ നിലപാട് വിശദീകരിച്ചതാണ്. അതിനപ്പുറത്തേക്ക് ഇനിയൊന്നും പറയാനില്ല എന്ന ഒരു സമീപനമാണ് ഇനിയും സ്വീകരിക്കാൻ സാധ്യതയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ശശി തരൂർ ഇന്നും യഥാർത്ഥത്തിൽ കേരളത്തിലെ പ്രതിപക്ഷത്തെ, കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെ